ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിഷ്കളങ്കരായവരെ പ്രതിയാക്കാൻ ശ്രമിച്ചത് എന്നിവയെല്ലാം നിയമത്തിന് നിരക്കുന്നതല്ല. കുറ്റവാളിയായ കണിമംഗലം ചന്ദ്രശേഖരന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു. യുവർ ഓണർ, പ്രിയങ്ക എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത് ഇങ്ങനെയാണ്. ഈ കേസിൽ ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട വരുണിനെയും രാധികയെയും ബോധപൂർവം പ്രതികളാക്കുന്നതിന് വേണ്ടി ഈ കേസ് വളച്ചൊടിച്ചത് ഈ നിൽക്കുന്ന കണിമംഗലം ചന്ദ്രശേഖരനും കൂടെ നിൽക്കുന്ന CI മഹീന്ദ്രനും തന്നെയാണ്. വരുൺ ജയിലിലാകുന്നതോടെ കണിമംഗലത്തെ സമ്പാദ്യം തന്നിലേക്ക് വരുമെന്ന് വിശ്വസിച്ച ചന്ദ്രശേഖരൻ ഒരു വശത്ത്, കോടാനുകോടികളുടെ അധിപനാകാൻ പോകുന്ന ചന്ദ്രശേഖരന്റെ കൂട്ടുകക്ഷിയായാൽ കിട്ടുന്ന ലാഭം പ്രതീക്ഷിച്ച് CI മഹീന്ദ്രൻ മറുവശത്ത്. സത്യം പുറത്തു വരാതിരിക്കാൻ ഇവർ രണ്ടുപേരും ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് പ്രിയങ്ക കൊലക്കേസിന് ഇതുവരെ ഉത്തരമില്ലാതിരിക്കാനുള്ള കാരണവും. നിഷ്ഠൂരമായ ഈ കൊലപാതകം ചെയ്ത പ്രതികൾക്കും തന്റെ സ്ഥാനം മറന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥനും മാതൃകാപരമായ ശിക്ഷ വിധിക്കണമെന്ന് ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രോസിക്യൂഷൻ ഇനി വല്ലതും പറയാനുണ്ടോ? നോ യുവർ ഓണർ. പ്രിയങ്ക കൊലക്കേസ് വിദഗ്ധമായ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയ ACP അർജുനെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും കോടതി അനുമോദിക്കുന്നു. ഒപ്പം താൻ ഏറ്റെടുക്കുന്ന ഏത് കേസിനോടും പൂർണ്ണമായും ആത്മാർത്ഥമായ സമീപനം പുലർത്തുന്ന അഡ്വക്കേറ്റ് ആരതിയെയും കോടതി അഭിനന്ദിക്കുന്നു. പ്രിയങ്ക ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. കൊലപാതകത്തിന്റെ രീതി, കൊലക്കുറ്റം മറച്ചുവെച്ചതിന്റെ പ്രത്യേകതകൾ, ഗൂഢാലോചന, നിഷ്കളങ്കരായവരെ പ്രതിയാക്കാൻ ശ്രമിച്ചത് എന്നിവയെല്ലാം നിയമത്തിന് നിരക്കുന്നതല്ല. കുറ്റവാളിയായ കണിമംഗലം ചന്ദ്രശേഖരന്
കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു. കണിമംഗലം ചന്ദ്രശേഖരന്റെ ക്രൂരമായ താൽപര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത CI മഹേന്ദ്രനെ ഉടനടി സർവീസിൽ നിന്നും പിരിച്ചുവിടാനും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥന് 2 വർഷത്തെ ജയിൽവാസത്തിനും കോടതി ഉത്തരവിടുന്നു. ഓരോ കേസും സമൂഹത്തിന് പുതിയ പാഠങ്ങളാണ്. നിയമവും നിയമപാലകരും കണ്ണു തുറന്ന് ശ്രദ്ധയോടിരുന്നാൽ മാത്രമേ സമൂഹത്തെ ശുദ്ധമാക്കാൻ പറ്റൂ. കുറ്റവാളികളെ ജയിലിലേക്ക് കൊണ്ടുപോകാം. പ്രിയങ്ക വധക്കേസിലെ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഇത്തരം ഹീനകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശിക്ഷ തന്നെയാണ് കോടതി ഇവർക്ക് നൽകിയിട്ടുള്ളത്. അവർ ഇനി ജയിലിലേക്ക്. സർ, കോടതി വിധിയിൽ സംതൃപ്തനാണോ? തീർച്ചയായും. കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഒന്ന് മാറി നിൽക്കൂ. ഇവനൊന്നും ജയിലിലേക്ക്